സാർ നമസ്കാരം. നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് സാർ. തിരക്കേറിയ സമയമാണ് അറിയാം. ഇപ്പം ബിസി ഷെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു കുറച്ച് സമയം നമുക്ക് തന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ മൂവി വേൾഡ് മീഡിയ അതിൽ കടപ്പെട്ടിരിക്കുന്നു. സാർ എന്തൊക്കെയുണ്ട് സാർ വിശേഷം? 2024 സുഖമായിരിക്കുന്നു. ഈ 2023 എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വർഷം, ഒരു ജേണി? എല്ലാ വർഷത്തെ പോലും നല്ലതായിരുന്നു സാർ. ഈ നമ്മൾ പല സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, അതായത് ചോക്ലേറ്റ് നായകന്മാരിട്ടാണ് ചോക്ലേറ്റ് വില്ലൻ എന്ന് പറയുന്നത്. സാറിന് അങ്ങനെയാണ് എല്ലാവരും പറയാൻ പറ്റില്ല. എങ്കിലും ചോക്ലേറ്റ് അല്ല, ഞാനൊരു നല്ല ഒരു പവർഫുൾ ആക്ടറാണ്. സൗന്ദര്യം അതാണ് പറഞ്ഞത് സാർ. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ചോക്ലേറ്റ് സൗന്ദര്യം അല്ല എൻ്റെ. ചോക്ലേറ്റ് സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഒരു ബേബിയുടെ ലുക്കൊക്കെ ആയി. അതെ, അത് സാർ പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ് വില്ലനല്ല. കാരണം ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പെൺ സൗന്ദര്യത്തിനാണ് ചോക്ലേറ്റ് സൗന്ദര്യം. ചാക്കോച്ചനൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അതന്നെ. അപ്പം സാറേ, നമ്മൾ ഈ സിനിമയിൽ കാണുന്ന വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ബിഗ് സ്ക്രീനിൽ പല ഭാഷകളിൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊരു സീരിയൽ എന്ന് പറയുമ്പം എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാണുന്ന പ്രേക്ഷകർക്ക്. അപ്പോൾ സാർ എങ്ങനെയാണ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തത് സീരിയലിലേക്ക്? അല്ല, എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അല്ല, ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് ഇത്രയും നല്ലൊരു വില്ലൻ കഥാപാത്രം ചെയ്യുമ്പോൾ, ഒരു അച്ഛൻ്റെ കഥാപാത്രം ചെയ്യുമ്പോൾ ചില ആൾക്കാരിലേക്ക് വരുന്നത് ചെയ്തു കഴിഞ്ഞു. പക്ഷേ എങ്കിലും സാർ ആദ്യം എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കഥാപാത്രം വന്നപ്പോൾ? ഇല്ല, അത് എനിക്കിപ്പോൾ അല്ല സീരിയലാണോ അല്ലെങ്കിൽ സിനിമയാണോ എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ രാജേന്ദ്രൻ്റെ ആണ് എന്നെ വിളിക്കുന്നത്. രാജേന്ദ്രൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നെ വലിയൊരു നടനാണ്, വലിയൊരു ഒരു രാഷ്ട്രീയത്തിൽ സ്വന്തം അഭിപ്രായങ്ങളുള്ള ഒരു മനുഷ്യരാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലാണ് രാജേന്ദ്രൻ ഒരു ദിവസം എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു സൂര്യ ടി വിയിൽ ഒരു സീരിയലുണ്ട്, അതിൻ്റെ കേന്ദ്ര കഥാപാത്രം ഒരു അനന്തൻ മാഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അത് ദേവനം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ഈ തിരക്കിനിടയിൽ നിങ്ങളുടെ സീരിയൽ അക്സെപ്റ്റ് ചെയ്താലുള്ള പ്രശ്നം അത് നിങ്ങൾക്ക് പ്രശ്നത്തിൽ ബുദ്ധിമുട്ടായിട്ട് വരും, അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു. പിന്നെ രാജേന്ദ്രൻ പറഞ്ഞു, അതാണ് ദേവനുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഒരു അച്ഛൻ, 5 മക്കളുള്ള 5 പെൺമക്കളുള്ള ഒരു അച്ഛൻ്റെ കഥാപാത്രമാണ്. അത് സാധുവായൊരു മനുഷ്യൻ. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് താല്പര്യക്കൂടെ. എൻ്റെ പ്രശ്നം സമയക്കുറവാണ്, താല്പര്യക്കുറവല്ല. ഞാനെപ്പോഴും തെലുങ്കും തമിഴും ചെയ്തുകൊണ്ടിരിക്കും. അതെ, മലയാളത്തിൽ ഞാൻ പടങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തമിഴിൽ ഞാൻ ചെയ്യുന്നുണ്ട്, തെലുങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഫോൺ വെച്ചു. പിന്നെ 2 ദിവസം മുമ്പ് പിന്നെയും വിളിച്ചു. അങ്ങനെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സമ്മർദ്ദത്തിൻ്റെ, ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു സമ്മർദ്ദമാണ് ഞാനിതിനകത്ത്. സ്നേഹസമ്മർദ്ദം അല്ലേ? സ്നേഹസമ്മർദ്ദം എന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്നത്. സാർ അങ്ങനെ കഥാപാത്രത്തിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു കഥാപാത്രം ഇപ്പോൾ എത്ര വർഷമായി സാർ ഇപ്പോൾ ഇതിനകത്തൊരു ജേണി ആയിട്ട്? എനിക്ക് തോന്നുന്നു 3 വർഷത്തോളായിട്ടുണ്ട്. 3 വർഷമല്ലേ? ഒരുപാട് എപ്പിസോഡായല്ലോ. അതെ, 3 വർഷത്തോളായിട്ടുണ്ട്. ഞാൻ 2 വർഷം മുമ്പാണ് തോന്നുന്നു സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു പ്രാവശ്യം വന്നെടുത്തത്. അത് സാറിൻ്റെ പഴയ ഒരു വീട്ടിൽ ആ ഒരു ക്യാരക്ടറോടെ ചെയ്ത സമയത്ത് വീട് ചേഞ്ച് ആവുന്ന സമയത്തല്ല, പണ്ടൊരു കൊല്ലത്ത് കാവനാട് വെച്ചിട്ടൊരു വീട്ടിലാണ്. സാറിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അതെ, അവിടെ വെച്ചിട്ട് വന്നെടുത്തത്. അപ്പോൾ അന്നേരം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. സാറിനോട് എന്ത് ചോദിക്കണം, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാൽ അത് തെറ്റായി പോകുന്നുള്ള പേടിയിലാണ് വന്നിരുന്നത്. പക്ഷെ അന്ന് മനസ്സിലായി സാറ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് മനസ്സിലായി. സാറ് ഇപ്പം അനവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സാർ ആദ്യം രാഷ്ട്രീയം തള്ളി പറഞ്ഞു, ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന സബ്ജക്റ്റ് അല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എങ്കിലും ഞാനത് രാഷ്ട്രീയം പറയുന്നത് വേറെ വേദിയാണ്, ഇപ്പോൾ പറയാൻ പറ്റില്ല. ശരി സാർ, അപ്പോൾ ആ ചോദ്യത്തിലേക്ക് പല ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു രാഷ്ട്രീയമാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ശരി സാർ, അപ്പോൾ നമുക്ക് വേണ്ട, അത് വേണ്ട. അപ്പം കഥാപാത്രത്തിൽ വരികയാണെങ്കിൽ ഇപ്പം ഈ സീരിയൽ ചെയ്തതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ചാനൽസിൽ വേറെ കഥാപാത്രങ്ങൾ സീരിയൽസിൽ കോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു സീരിയൽ തന്നെ ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഡേറ്റ് പോകുന്നത്.
അതിനിടയ്ക്ക് രണ്ടാമതൊരു സീരിയൽ എന്ന് പറയുമ്പോൾ അത് ഇപ്പം നിലവിലിപ്പം സിനിമകൾ എത്ര സിനിമകളാണ് ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓൺഗോയിങ് ആയിട്ട് 2 തെലുങ്ക് സിനിമയും ഒരു തമിഴ് സിനിമയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഒരു തമിഴ് പടത്തിന് വേണ്ടിയിട്ട് ഞാൻ മലേഷ്യയിൽ പോയി, അവിടെ ഉണ്ടായിരുന്നു മലേഷ്യയിൽ. പിന്നെ അതിൻ്റെ ബാലൻസ് വർക്കിന് ഇപ്പോൾ ചെന്നൈയിൽ. റോളെല്ലാം നെഗറ്റീവ് തന്നെയാണ് അതിനകത്തെല്ലാം? നെഗറ്റീവാണ്, എല്ലാം നെഗറ്റീവ്. അതിനകത്ത് ആരൊക്കെയാണ് ഇപ്പം കോ ആർട്ടിസ്റ്റായിട്ടുള്ളത്? ഒന്ന് മറ്റേ മഹേഷ് ബാബു ഒരു പടത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ തമിഴ് ചെയ്യുന്ന 2 ഹീറോസാണ്. 2 ഹീറോസും ഈ മാർഷൽ ആർട്സിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ല, പക്ഷെ അവർ ആ മാർഷൽ ആർട്സ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സെലക്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ബിഗ് ബഡ്ജറ്റ് ആണോ ഇത് രണ്ടും? രണ്ടും ബിഗ് ബഡ്ജറ്റ്. മലയാളത്തിലേക്ക് ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ് സാർ? മലയാളം ഞാൻ ചെയ്യാണ്ടിരിക്കില്ല, മലയാളത്തിലായിട്ട് എന്നെ വിളിക്കുന്നില്ല. അയ്യോ, വിളിക്കുന്നില്ലെന്നാണോ? വിളിക്കുന്നില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാര്യം എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാര്യം ഇത്രയും കുറേ സിനിമകൾ എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാ സിനിമകളും വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നല്ല കഥാപാത്രം ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് മലയാളത്തിൽ വിളിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ചോദിച്ചിട്ടുമാണ്. സാറിന് ഉടനെ തന്നെ ഒരു കോൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മലയാള സിനിമയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ബിഗ് സ്ക്രീനിൽ. അപ്പോൾ സാറേ, പിന്നെ ഇപ്പോൾ ഈ ബോളിവുഡിലേക്ക് ഏതെങ്കിലുമൊക്കെ ചാൻസസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്? ബോളിവുഡ്സിലേക്ക് ഭയങ്കര റെയറാണ് കിട്ടാനായിട്ട്. എങ്കിലും ബോളിവുഡ് എന്ന് വെച്ചാൽ ഹിന്ദി എനിക്ക് താല്പര്യമില്ല. തെലുങ്ക്, കന്നഡ, തമിഴ് രണ്ടുമാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഇപ്പം എത്ര ദിവസമായിരിക്കും സാറേ ഇവിടെ കഴിഞ്ഞിട്ട്? പിന്നെ നമ്മൾ ഇവിടെ ഞാനിപ്പോൾ ഒരു 7 ദിവസം ഉണ്ട്. 7 ദിവസം നാളത്തോടുകൂടി കഴിയും. അത് കഴിയും ബാക്ക് ടു ഞാൻ ഇവിടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഫെബ്രുവരിയാണ് എൻ്റെ ഡേറ്റ്. 10th കൂടിയിട്ട് ആരംഭിക്കുന്ന ഒരു തമിഴ് പടം. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജേന്ദ്രൻ ചേട്ടനായിട്ടുള്ളൊരു എന്താണ് ഒരു ബന്ധം, മീൻസ് പണ്ട് തൊട്ടുള്ളൊരു ബന്ധമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ് രാജേന്ദ്രൻ്റെ വീട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. പിന്നെ നല്ലൊരു സുഹൃത്താണ്, നല്ല വിവരമുള്ള ഒരു സുഹൃത്താണ്. കാളിദാസ പ്രൊഡക്ഷൻ അല്ലേ? കാളിദാസ പ്രൊഡക്ഷൻ. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പം ഡയറക്ഷൻ ചെയ്യുന്നത്, ദിവ്യദർശൻ ചേട്ടൻ. ആ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. പുള്ളി ഇപ്പം മോസ്റ്റ് സീനിയറാണ് താങ്കൾ. അപ്പോൾ അദ്ദേഹം ചെയ്യുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ താങ്കളോട് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എല്ലാം ചെയ്യണമെന്നുള്ളത്. അല്ല, ദിവ്യദർശൻ നല്ലൊരു സംവിധായകനാണ്, എനിക്കിഷ്ടമായി. ഓക്കെ ആണല്ലേ? ഇപ്പം സുരേഷ് ചേട്ടൻ്റെ മകളുടെ കല്യാണം ഭയങ്കര ഗംഭീരമായിട്ട് നടന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ പോകാൻ സാധിച്ചു വരുന്നു? സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം തന്നെ 1 മണിക്ക് കൊച്ചിയിൽ മോഡിജിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് കേരള സ്റ്റേറ്റിൻ്റെ ഭാരവാഹികളൊക്കെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വിവാഹത്തിന് ഈ അമ്പലത്തിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് തിരിച്ച് ഇവിടെ എത്താനായിട്ട് ഉള്ള സമയക്കുറവുണ്ട്. കാരണം ഒരുപാട് സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ മോഡിജി വരുന്നതിന് മുമ്പ് തന്നെ നമ്മളവിടെ കയറണം. അതുകൊണ്ട് എനിക്ക് അതിന് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള റിസപ്ഷന് പോകാൻ പറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കണ്ടത്. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷം. സുരേഷ് ചേട്ടനെ അത് കാണാൻ സാധിച്ചു. ഡയറക്റ്റ് കണ്ടപ്പോൾ താങ്കൾക്ക് എന്താ ഫീൽ ചെയ്യുക? കാര്യം ആ ഒരു വേദിയിൽ, കാര്യം മകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഏതൊരു അച്ഛൻ്റെയും ഭയങ്കര ഫീൽ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ സീരിയലിൽ ചെയ്യുന്നത് അതാണ് ഒരു അച്ഛൻ്റെ റോളല്ലേ? അതെ. അപ്പോൾ എനിക്കൊരു മകളുണ്ട്. അതെ. അപ്പോൾ മകളുടെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് കിട്ടിയ സന്തോഷം, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സുരേഷിൻ്റെ കാര്യത്തിലും എനിക്കത് ഞാൻ ആലോചിക്കായിരുന്നു. സുരേഷിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിലുള്ള സന്തോഷം, പ്രതീക്ഷ ഒക്കെ ഉണ്ടല്ലോ, അത് സുരേഷ് ശരിക്കും എൻജോയ് ചെയ്തു. കാരണം സുരേഷിന് വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു ആളാണ് സുരേഷ്. വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ മക്കൾ എന്ന് പറയുന്ന ജീവനാണ്. ഇതുപോലെ തന്നെ ഈ അനന്ത് മാഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ 5 മക്കൾ. അതെ.
അതെ സെയിം ആയിരുന്നു. അതെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അച്ഛൻ്റെ ഫീലിംഗ് ശരിക്കും ഉൾക്കൊണ്ട് തന്നെയാണ്. പിന്നെ സുരേഷിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. വളരെ നല്ല ഒരു നന്മ നിറഞ്ഞ ഒരു ആളാണ് സുരേഷ് ഗോപി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പോയപ്പോൾ ആ സുരേഷിൻ്റെ ഫേസിൽ നിന്ന് കിട്ടിയത് വളരെ ഒരു സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. അതിൽ ഉപരി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന ഒരു പൊസിഷനിലുള്ള ഒരു ആള്, അദ്ദേഹം ഇവിടെ വലിയ വലിയ ആൾക്കാരുണ്ട്. സുരേഷ് ഗോപിയെക്കാളും വമ്പന്മാരായ കുറേ ആൾക്കാർ ഇന്ത്യയിൽ. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മാത്രമേ അത് എത്തിയിട്ടുള്ളൂ. അത് ചോദിക്കാൻ വേണ്ടി ഇരുന്നതാണ്. സാധാരണ ഒരു ഭാഗ്യമല്ല. അതെ അതെ, അത് വലിയമായ ഒരു സുരേഷിൻ്റെ ഒരു പുണ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ അദ്ദേഹം അങ്ങനെ ആരെടുത്തും, ഏത് അദാനി ആയാലും റിലയൻസ് ആയാലും ടാറ്റ ആയാലും ആരുടെയും കല്യാണത്തിനും അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തിൻ്റെ കല്യാണം ചടങ്ങിന് കൂടിയിട്ടില്ല എന്നുള്ളത് ഒരിക്കലും പോകില്ല. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ സുരേഷിൽ അദ്ദേഹം എന്തോ ചില നന്മകൾ കണ്ടെത്തി കാണും, അതുകൊണ്ടായിരിക്കും വന്നത്. സാർ ആ സമയത്ത് എന്താ ഫീൽ ചെയ്തത്? കാര്യം മോദിജി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു കല്യാണത്തിന് വരും, ഞങ്ങളൊക്കെ എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത് സോ എക്സൈറ്റഡ്. കാര്യം ഒരിക്കലും പ്രതീക്ഷയില്ല. ഈ പറഞ്ഞ വേറെ ചടങ്ങുകളൊന്നും കണ്ടിട്ടില്ല, അദ്ദേഹത്തെ ഒന്നിലും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ വന്നെന്നറിഞ്ഞപ്പോൾ അവിടെ പോകാൻ പറ്റാത്തതിൽ എന്തെങ്കിലും വിഷമം ആ സമയത്ത്? അങ്ങനെ വിഷമമൊന്നുമില്ല. നമ്മുടെ ചില കാര്യങ്ങളാണ് വിഷമമല്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഈ 3 സ്ഥലത്തുണ്ടല്ലോ, ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോകാനല്ലാതെ എല്ലാത്തിലും പോകണ്ട. അതെ 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 അതെ, അങ്ങനെയാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ പഴയ ഫ്രണ്ട്സിനെയൊക്കെ, കാണാതിരുന്ന ഫ്രണ്ട്സിനെ കണ്ടു കാണുമല്ലോ അവിടെ കുറേ. ഞാൻ ഇത് രണ്ടാമത്തെ റിസപ്ഷൻ കൊച്ചിയിൽ വെച്ചിട്ട്, അവിടെയാണ് മാക്സിമം ആർട്ടിസ്റ്റുകൾ വന്നത്. പക്ഷേ ഇവിടെ ട്രിവാൻഡ്രത്ത് അങ്ങനെ അധികം ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ല. അധികം ആൾക്കാരെ ബന്ധുക്കളൊക്കെ ആയിരിക്കും കൂടുതൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അല്ലാതെ ഈ പ്രൊഫഷണലായിട്ടുള്ള ആരും വന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ അവിടെ പോകാൻ സാധിച്ചു, കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മോദിജി വന്നപ്പോൾ നമ്മുടെ കല്യാണ സമയത്ത് സുരേഷ് ചേട്ടൻ എന്തെങ്കിലും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു? വന്നിരുന്നു, എനിക്ക് വളരെ സംസാരിക്കാനുള്ള സമയമില്ലായിരുന്നു, കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് കാണുമ്പോഴും സുരേഷ് ചേട്ടനെ കാണുമ്പോഴും എപ്പോഴും ഒരു ബഹുമാനം ഫീൽ ചെയ്യാറുണ്ട്. കാര്യമൊന്നുമല്ല, അദ്ദേഹം തന്നെ പറയാറുണ്ട്, എൻ്റെ MP ഫണ്ടിൽ നിന്നല്ല ഞാൻ എല്ലാവരും സഹായിക്കുന്നത്, ഞാൻ അധ്വാനിക്കുന്ന പൈസ കൊടുത്താണ് സഹായിക്കുന്നത്. അത് തൃശ്ശൂർ അത് ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയുള്ളത്? കാര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ, സഹായം ചെയ്യുന്നത് അങ്ങനെ. സാറിപ്പോൾ ഈ രാഷ്ട്രീയം പറയണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചോദിക്കും. കാര്യം എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇലക്ഷന് നിൽക്കാനുള്ള എന്തെങ്കിലും ഹോപ്പ് നമ്മൾ പ്രതീക്ഷിക്കണോ? ഇല്ല, ഞാനിപ്പോൾ ഇലക്ഷൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ നിൽക്കുന്നില്ല, ലോക്സഭയിൽ നിൽക്കുന്നില്ല. അതിന് പാകമായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഇലക്ഷൻ ഫേസ് ചെയ്യാനുള്ള പാകമായിട്ടില്ല. പാർട്ടിയിൽ അത് അവർ നിർബന്ധിക്കുന്നുണ്ടോ അതോ നിൽക്കണമെന്നുള്ളത്? ഇല്ല, അവർ ചോദിച്ചിരുന്നു. പക്ഷെ ഞാനത് വളരെ ബഹുമാനപൂർവ്വം നിരസിച്ചു. ഇപ്പം എന്തെങ്കിലും പൊസിഷൻസ് തന്നിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞല്ലോ. അല്ല, അതല്ല, നമുക്ക് സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ്. അപ്പം അന്നേരം കുറച്ചും കൂടെ ഒക്കെ റെസ്പോൺസിബിലിറ്റി നമുക്ക് പാർട്ടിയിലേക്ക് വന്നു അല്ലേ? നമ്മൾ ചെല്ലേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അന്ന് കല്യാണത്തിന് പോകാൻ പറ്റാതെ അവിടെ ചെല്ലേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഉള്ള വിശേഷങ്ങളൊന്ന് പറയാം സാറേ. കാര്യം അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കയറണമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം തന്നെ അവിടെ കയറണം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട്. അവിടെ സെക്യൂരിറ്റി റീസൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രിക്റ്റ് ആണ്. കാരണം ലോകത്തിലെ ഏറ്റവും വിലമതിപ്പുള്ള ഒരു ലീഡറാണ് ലോകത്തിൽ, നമ്പർ 1 ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. തീർച്ചയായിട്ടും മനസ്സിലായി. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ആധാർ കാർഡ് കൊണ്ടുവരണം, പാൻ കാർഡ് കൊണ്ടുവരണം, പിന്നെ കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ അതും 24 മണിക്കൂറിനുള്ളിലെടുത്ത് കോവിഡ് റിപ്പോർട്ട് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ സെക്യൂരിറ്റി അത്രയും സ്ട്രിക്റ്റ് ആണ്. അവിടെ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. കാരണം എല്ലാ സെക്യൂരിറ്റിയും കൈകാര്യം ചെയ്യുന്നത് SBG ആണ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി മാത്രമുള്ള സെക്യൂരിറ്റിയാണ്. അപ്പോൾ എനിക്ക് SPGനെ പറ്റിയിട്ട് എനിക്ക് നേരത്തെ അറിയാം. കാരണം അതിൻ്റെ ചീഫായിരുന്നത് അരുൺകുമാർ സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഹെഡ്.
അദ്ദേഹം ഇപ്പോൾ ഈയിടെ മരിച്ചുപോയ ഇപ്പോൾ വേറെ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ പ്രൈം മിനിസ്റ്ററെ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം യാത്രയായപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വെൽ ഗാർഡഡ് ആയിട്ടുള്ള ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഒരു ദേഹമാണ് അദ്ദേഹം. ഈ കൂടുതലായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല, ഓൾറെഡി സാറ് പറഞ്ഞു. എങ്കിലും ഒരു ചോദ്യം കൂടെ. കാര്യം അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങൾ കാണുമ്പോൾ ചിലർക്ക് ചില ആരങ്ങളുണ്ടാവും, ചിലർക്ക് പല മോട്ടിവേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ അയോധ്യയുടെ കാര്യം വന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു ശുദ്ധീകരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ അതും ഒരു ട്രെൻഡായി മാറിയായിരുന്നു. അപ്പോൾ അയോധ്യയിലെ ആ ഒരു സംഭവത്തിൽ അതിൻ്റെ ഇത് പൂജ കഴിഞ്ഞപ്പോഴൊക്കെ അപ്പോൾ ചെല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ, അതോ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ നാമം ജപിക്കുകയാണോ ചെയ്തത്? അല്ല, ചെല്ലണമെന്ന് തോന്നിയതല്ല. അത് ഓരോ ഭാരതീയൻ്റെയും മാത്രമല്ല, പിന്നെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു വിശ്വാസമാണത്. കാരണം ശ്രീരാമനെ പറ്റി നമ്മൾ അറിയുന്നവർക്കെല്ലാം വലിയ ബഹുമാനമാണ്. ഒരു കാലത്ത് ഏതാണ്ട് ഇപ്പോൾ ബിഫോർ ക്രൈസ്റ്റ്, ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് കണ്ടെത്തിയത് ബിഫോർ ക്രൈസ്റ്റ് 5113 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീരാമൻ ജനിച്ചത്. 5113 വർഷങ്ങൾക്ക് മുമ്പാണ്, ബിഫോർ ക്രൈസ്റ്റ് ആണ്. അപ്പൊ 2000 വർഷം കൂടി പിന്നെയുണ്ട്. പിന്നെ ഏതാണ്ട് ഇന്നത്തെ നോക്കുമ്പോൾ 7000 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈതന്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയതയുടെ ഒരു വളരെ വിനയപൂർവ്വം പറയുകയാണെങ്കിൽ ഭാരതീയതയുടെ ഒരു വലിയ വിജയമായിട്ട് കാണുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ ആ ഒരു ഇമ്പാക്റ്റ് നമുക്കുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് നിലനിൽക്കുന്നുകൊണ്ടാണല്ലോ ഇപ്പോഴത് അവിടെ രൂപീകരിക്കാൻ വന്നത്. അപ്പോൾ അതിനൊക്കെ സന്തോഷമാണോ, ഹാപ്പിയാണോ അങ്ങനെയൊക്കെ ഒരു സംഭവം വന്നതിലൊക്കെ? എല്ലാവരും സന്തോഷിക്കുന്നതല്ലേ. വളരെ സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിനി തിരിച്ച് നമ്മുടെ സീരിയലിലേക്ക് വരികയാണെങ്കിൽ, ഈ സീരിയലിൽ അച്ഛൻ കഥാപാത്രം ചെയ്യണപ്പോൾ 3 വർഷമായിട്ട് 5 മക്കളുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ളൊരു എങ്ങനെയാണ് സാർ? എനിക്ക് വളരെയധികം അറ്റാച്ച്ഡായി തോന്നി. കാരണം ഞാനിതിനകത്ത് വന്നതിന് ശേഷം എനിക്ക് സ്വന്തം കുട്ടികളെ പോലെയുള്ള, കാരണം അവരെന്നെ എല്ലാവരും സീരിയലിൽ മാത്രമല്ല എന്നെ കാണുമ്പോഴും അച്ഛനാണ് വിളിച്ചത്. അപ്പോൾ അച്ഛനും മക്കളുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വലിയ ഉണ്ട്. അതിപ്പോൾ ഇപ്പോഴത്തെ വലിയ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഈ സീരിയൽ കഴിഞ്ഞാൽ ഇത് പോവുമല്ലോ, ഒരു സങ്കടമുണ്ട് എനിക്ക്. വാസ്തവത്തിൽ അങ്ങനെ തീരുമ്പോൾ വലിയൊരു സങ്കടം തോന്നും. കാരണം അത്രയും ആ കുട്ടികളായിട്ട് വളരെയധികം അടുത്തുപോയി, ഭയങ്കര അറ്റാച്ച്ഡായി. അവരെ അച്ഛ എന്നെ പറയാം. അപ്പം അത് നമ്മൾ എപ്പോഴും മിസ് ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വാഭാവികമാണ്. 3 വർഷം വരെ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ ഇതന്നെ എനിക്കൊന്ന് 1000 എപ്പിസോഡ് ആവാൻ പോകുന്നില്ല. 1000 വരികയാണ്. അത് അതിൻ്റെ ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ മേ ബി കാണുമായിരിക്കും. 900+ ആയിട്ടുണ്ടല്ലോ സാർ, 950+ ആയിട്ടുണ്ടല്ലോ. ആയിട്ടുണ്ട്, 950+ ആയിട്ടുണ്ട്. അപ്പം ആ ഒരു 1000ത്തിന് നിറവിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് എത്ര എപ്പിസോഡ് സാർ ഇതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ടുണ്ട്? ഓർമ്മ എങ്കിലും ഒരു 800 എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം അത്രയും കാണും. കാര്യം ത്രൂ ഔട്ടായിട്ടുള്ള എപ്പിസോഡിലെല്ലാം ഒരു സീനിലെങ്കിലും സാറില്ലാത്ത സീന് കുറവാണ് കണ്ടിട്ടുള്ളതിനകത്ത്. അപ്പം ഇനി വരുന്ന പ്രോജക്റ്റുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സീരിയലും വേറെ നോക്കുന്നില്ല. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു 375 സിനിമകൾ ചെയ്തു, എല്ലാ ലാംഗ്വേജിലും. അതെ. പക്ഷേ എനിക്ക് ഈ അനന്തൻ മാഷ് എന്ന കഥാപാത്രം എൻ്റെ ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ക്യാരക്ടർ അത് എൻ്റെ രാഷ്ട്രീയത്തെ സഹായിക്കും. ഈ എനിക്കൊന്ന് കൂടുതൽ അമ്മമാർക്കൊക്കെ കൂടുതൽ അനന്തൻ മാഷ് എന്ന ക്യാരക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഹെൽപ്പ് ചെയ്യും. സാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഹെൽപ്പ് ആവും അല്ലേ? ഒരുപാട് ഹെൽപ്പ് ആവും. അത് എങ്ങനെയൊക്കെയാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഇതിലൂടെ അവർക്ക് കാണാൻ പറ്റും. ദേവൻ എന്ന മനുഷ്യനുണ്ട്,
ആ മനുഷ്യനും അനന്തമാഷും തമ്മിൽ വലിയ ബന്ധമുണ്ട്, സിമിലാരിറ്റി ഉണ്ട്. വളരെയധികം സമയത്ത്. ഉം. ആ ദുഃഖത്തിൻ്റെ കാര്യത്തിലല്ല, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. അനന്തമാഷ് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിന് ഒരു ആദർശമുണ്ട്, അദ്ദേഹത്തിന് ഒരു ആശയമുണ്ട്. ഒരു നാട് എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഈ ജാതിയും മതവും മറ്റേ രാഷ്ട്രീയമൊന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യരായിട്ട് കാണുക എന്നുള്ള ഒരു ആശയം ഇദ്ദേഹത്തിനുള്ളിലുണ്ട്. അത് പല സീനുകളിലും ഈ സംഭാഷണങ്ങളിലൂടെ അതിൻ്റെ റൈറ്റർ അത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് പറയുമ്പോൾ, അത് ചെല്ലുമ്പോൾ, അത് റിസീവിങ് എൻഡിൽ ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിലും എനിക്ക് അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അനന്തൻ മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പോപ്പുലാരിറ്റി ഒരു രാഷ്ട്രീയക്കാരൻ എന്ന എൻ്റെ പോപ്പുലാരിറ്റിക്ക് എന്നെ ഏറെ സഹായിക്കും. അതായത് രാഷ്ട്രീയത്തിൽ ഇലക്ഷന് സഹായിക്കും എന്നുള്ളത് തന്നെയാണോ സാറ്? അങ്ങനെയാണോ? അതല്ലാതെ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഉടനെ ഇലക്ഷൻ എന്ന് പറയുന്നൊരു സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്ത അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾ തിരഞ്ഞെടുക്കും നിങ്ങളെ. അത് നമ്മൾ രാഷ്ട്രീയമായിട്ട് തിരഞ്ഞെടുപ്പ് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തിൽ നിങ്ങൾ നന്മകൾ ചെയ്താൽ ജനങ്ങൾ ആവശ്യപ്പെടും ഞങ്ങൾക്ക് നിങ്ങളെ വേണമെന്ന്. അതിനാണ് ജനാധിപത്യം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാകപ്പെടൽ, ഈ മാങ്ങ പഴുക്കാനായിട്ടൊരു സമയമുണ്ട്. ആ മാങ്ങ പഴുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിൽ പച്ചവടത്ത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ആ മാങ്ങയുടെ അത് പഴുപ്പാവാനായിട്ടുള്ള സമയം ഈ രാഷ്ട്രീയത്തിലും വേണം നമുക്ക്. എന്നാലാണ് ആൾക്കാർക്ക് രുചി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ രുചിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് അവരൊന്ന് പഠിക്കണം, നമ്മൾ എന്താന്ന് പഠിക്കണം. പഠിക്കണം, അവർ പഠിക്കണം. ഇയാളാരാണ്, ഇയാളിൽ എന്താണ് ഉദ്ദേശം. ഈ ഞാൻ രണ്ട് വർഷം മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ നമ്മൾ രാഷ്ട്രീയം സംസാരിച്ചില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അതിനകത്തൊരു ആശയം വന്നായിരുന്നു, ആദർശം വന്നായിരുന്നു. അപ്പോൾ അത് സാറിനോട് ചോദിക്കാം, സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. നമ്മൾ ഒരു പാർട്ടിയെ തള്ളി പറഞ്ഞിട്ട് വീണ്ടും ആ പാർട്ടിയിൽ തന്നെയാണ് പോയെന്നുള്ളതൊരു മെസ്സേജ് വന്നായിരുന്നു. ഞാനത് സാറിനോട് വന്നപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഈ മാറ്റം എന്ന സാധനമുണ്ടല്ലോ, അത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണം. ഞാൻ എൻ്റെ പണ്ട് കാലത്തുള്ള ആളല്ല ഞാനെന്ന്. നമ്മൾ ഓരോ ദിവസം ചൊല്ലുന്തോറും നമ്മൾ ഈ പുതിയ മാറ്റങ്ങൾക്ക്, പഠനങ്ങൾക്ക് നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയോ നമ്മളൊരു പഠിച്ചിരുന്നതും നമ്മൾ അനുഭവിച്ചതും നമ്മൾ ഉള്ളിലുണ്ടായിരുന്നതും മാറ്റങ്ങൾ വേണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയെ സംരക്ഷിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്നൊരു ബോധ്യം വന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് വന്നത്. അല്ലാണ്ട് ഞാൻ പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു, അന്ന് പറഞ്ഞിരുന്നതല്ല. അതൊക്കെ പറഞ്ഞ് ശരിയാണത്. അന്ന് എൻ്റെ അറിവുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പഠനം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പഠിച്ചു വന്നപ്പോൾ അപ്പോൾ എല്ലാവരും, ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണം. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളുണ്ടാവും. അപ്പോൾ ആ തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ ഇതൊരു തെറ്റായ ധാരണയാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ അവരുടെ കൂടെ നമ്മൾ നിൽക്കണമെന്നാണ്. അത് രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ്. അല്ലാണ്ട് ഞാൻ പണ്ട് വിശ്വസിച്ചതാണ് ഇപ്പോഴും വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് റിജിഡായിട്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദർശം അതല്ല. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക്. കാരണം ഇതേവരെ ഉണ്ടായ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് അത് ഈ കാലത്തിൻ്റെ വാതിൽ തുറന്നാൽ നിങ്ങൾ ആ വാതിലൂടെ പോകണം. അല്ലാണ്ട് ഞാൻ പോയില്ല അന്ന് പിന്നെയും അടച്ചിടരുത്. ഓപ്പണായിട്ട് വാതിൽ തുറക്കുക. വാതിൽ നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് വാതിൽ തുറന്നാൽ നല്ലതാണെന്ന് കണ്ടാൽ ആ വാതിലേക്ക് നിങ്ങൾ കടക്കണം എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഞാൻ പണ്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏതെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇല്ലയെന്ന് പറയില്ല. അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. അത് എൻ്റെ അന്നത്തെ പഠനത്തിൻ്റെ ദോഷമാണ്. പിന്നെ പഠിച്ചു വന്നപ്പോഴാണ് ആ മാറുന്നത്. അപ്പം ഞാൻ മാറണം. ഈ കാറൽ മാർക്സ് തന്നെ ആദ്യം എഴുതി വെച്ചതെന്ന് പറയുന്നു, മാറ്റം അനിവാര്യമാണ്. അതെ, അങ്ങനെ തന്നെയാണ്.
പക്ഷെ ഇപ്പോഴത്തെ ആരും ചെയ്യുന്നില്ല. ഇപ്പോഴും പണ്ടത്തെ ഇരിക്കുന്നതാണ്. അപ്പം അത് മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിൽ ആ തെറ്റിദ്ധാരണകൾ മാറി പുതിയ ഒരു രാഷ്ട്രീയ സംസ്കാരം ഉണ്ടായാൽ അതിൽ നിങ്ങൾ കൂടെ പോകണം. അതിൻ്റെ വഴിയെ നമ്മൾ പോകണം. നല്ലതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പോകണം. സാറേ, വളരെ സന്തോഷമുണ്ട് ഇത്രയും സമയം നമ്മോടൊപ്പം ചില കാര്യങ്ങൾ സാർ തുറന്നു പറഞ്ഞു. നമ്മുടെ മൂവി വേൾഡ് മീഡിയയിൽ സാറിന് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. മൂവി വേൾഡ് എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖം എനിക്ക് കാണുന്നതിന് നിങ്ങളോട് നന്ദിയുണ്ട്. നിങ്ങളിതിൻ്റെ ഈ അഭിമുഖത്തിൻ്റെ കാതലായ കാര്യങ്ങൾ മാത്രം എടുക്കുക. മറ്റതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കാം. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. അപ്പോൾ വളരെ സന്തോഷം സാർ. ഇനിയും നല്ല കഥാപാത്രങ്ങൾ വരട്ടെ. മലയാളത്തിൽ നല്ലൊരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.